എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ-ഇംഗ്ലണ്ട് രണ്ടാം ടെസ്റ്റിന്റെ ആദ്യ സെഷൻ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യ നന്നായി തന്നെ കളിക്കുന്നുണ്ട്. ആദ്യ ടെസ്റ്റിൽ നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങിയെക്കൊണ്ട് തന്നെ രണ്ടാം ടെസ്റ്റ് ഇന്ത്യക്ക് നിർണായകമാണ്. ഇന്ന് ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് ആയിരുന്നു തിരഞ്ഞെടുത്തത്. കഴിഞ്ഞ മത്സരത്തിൽ നിന്നും 3 മാറ്റങ്ങളുമായാണ് ഇന്ത്യ ഇന്ന് കളത്തിൽ ഇറങ്ങിയത്. സൂപ്പർ താരങ്ങളായ ജഡേജ, രാഹുൽ, സിരാജ് എന്നിവർക്ക് പകരം കുൽദീപ് യാദവ്, രജിത് പാട്ടിദാർ, മുകേഷ് കുമാർ എന്നിവർ ആദ്യ 11-ൽ ഇടം നേടി. ജയ്സ്വാൾ, രോഹിത് സഖ്യം തന്നെയായിരുന്നു ഇന്നും ഇന്ത്യൻ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. ഇരുവരും മികച്ച തുടക്കം ഇന്ത്യക്ക് നൽകിയെങ്കിലും 17-ാം ഓവറിൽ ഇന്ത്യക്ക് ക്യാപ്റ്റൻ രോഹിതിനെ നഷ്ടമായി. മെല്ലെ കളിച്ച രോഹിത് 41 പന്തിൽ 14 റൺസ് നേടിയാണ് പുറത്തായത്. ഷോയിബ് ബഷീറിനാണ് വിക്കറ്റ് ലഭിച്ചത്. മറുവശത്ത് ജയ്സ്വാൾ അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. താരം 5 4 നേടി ആദ്യം തന്നെ ഇംഗ്ലണ്ടിനെ വിറപ്പിച്ചു. ടെസ്റ്റിൽ വൻ ഫ്ലോപ്പ് ആയിരുന്ന ഗിൽ ഇന്ന് നന്നായി തന്നെ കളിച്ചെങ്കിലും 34 റൺസ് നേടുന്നതിനിടെ ആൻഡേഴ്സൺ ഗില്ലിനെയും പുറത്താക്കി. ജയ്സ്വാൾ, ശ്രേയസ് അയ്യർ കൂട്ടുകെട്ട് ആണ് ഇപ്പോൾ ക്രീസിൽ ഉള്ളത്. ജയ്സ്വാൾ തന്റെ അർദ്ധ സെഞ്ചുറി കടന്നു. അതുപോലെ ജയ്സ്വാളിന് അയ്യർ മികച്ച പിന്തുണ തന്നെയാണ് നൽകുന്നത്. ഇങ്ങനെ പോയാൽ ഇന്ത്യ വമ്പൻ സ്കോർ നേടാനാണ് സാധ്യത. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 2 വിക്കറ്റ് നഷ്ടത്തിൽ 103 റൺസ് നേടിയിട്ടുണ്ട്. വിക്കറ്റ് കളയാതെ സൂക്ഷിച്ചു കളിച്ചാൽ ഇന്ത്യ കൂറ്റൻ ടാർഗറ്റ് നേടുമെന്ന് ഉറപ്പാണ്. ശക്തമായ ബാറ്റിംഗ് നിര ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ കൂറ്റൻ ടാർഗറ്റ് നേടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ രണ്ടാം ടെസ്റ്റ് ഇന്ത്യ ജയിക്കുമോ? ഇംഗ്ലണ്ട് ജയിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.